നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛന്റെ കൈ പിടിച്ച് വേറൊരു പെണ്ണും കൂടി ഉണ്ടായിരുന്നു. ആര്? അതറിയില്ല, മുഖം ശരിക്ക് കണ്ടില്ല ഞാൻ. നിന്റെ ഭാര്യയെ ഈ നശിച്ച നാണം കെട്ടവളല്ല. നിന്റെ ഭാര്യയായിട്ട് എല്ലാ അവകാശങ്ങളും നൽകി കുടുംബം അംഗീകരിച്ചത് ദേ ഇവളെയാ. മോക്കിനി ഏത് കഥയാ വേണ്ടത്? കഥയൊന്നും വേണ്ട ശാരദാമ്മേ. ആമയുടെ മുയലിന്റെ കഥയൊന്നും അല്ല, ഇതേ വേറൊരു പുതിയ കഥയാ. ഒരു കഥയും വേണ്ട ശാരദാമ്മേ. ശാരദേ, മൃഗങ്ങളുടെ അല്ല മനുഷ്യരുടെ കഥ പറഞ്ഞു കൊടുക്കും മോക്ക്. ഗാന്ധർവം കഴിഞ്ഞ് മുദ്രമോതിരമായിട്ട് ഭർത്താവിനെ അന്വേഷിച്ചു പോയ ശകുന്തളയുടെ കഥ പറഞ്ഞു കൊടുക്ക്. എല്ലാ കാലത്തും അതിന് പ്രസക്തിയുണ്ട്. മോളെ, നീ ഉറങ്ങാൻ നോക്ക്. സമയം രാത്രി 10 കഴിഞ്ഞു. രാവിലെ എന്നിട്ട് സ്കൂളിൽ പോണ്ടേ നിനക്ക്? ഉറക്കം വരുന്നില്ല ശാരദാമ്മേ. ഈ പെങ്കൊച്ചിനെ ഉറക്കാൻ ഞാൻ ഇനി എന്ത് ചെയ്യും എന്റെ ദൈവമേ? സമയത്ത് ഉറക്കുകയും ഭക്ഷണം കൊടുക്കുകയൊക്കെ വേണമെന്നാ വൈദ്യര് പറഞ്ഞിരിക്കുന്നത്. അവളാണെങ്കി ഇപ്പൊ എന്തെങ്കിലും കൊത്തി പറക്കുന്നത് പോലെ കഴിച്ചാലായി. എപ്പോ ചോദിച്ചാലും വിശപ്പില്ലെന്നാ പറയുന്നത്. അവളുടെ ടീച്ചറും പറഞ്ഞു ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്ന ഭക്ഷണം മുക്കാലും ബാക്കി വെക്കുകയെന്ന്. നേരെ ചൊവ്വേ ഭക്ഷണം കഴിച്ചാലല്ലേ കഷായം മരുന്നും ഒക്കെ കൊടുക്കാൻ പറ്റൂ. സമയത്ത് ഭക്ഷണം, വിശ്രമം, ഉറക്കം ഇതൊക്കെ ഇല്ലാതായ എന്താ ഉണ്ടാവുകയെന്ന് വൈദ്യര് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഫിറ്റ്സ് വീണ്ടും വരും. ഇനി ഒരു തവണ കൂടി ഉണ്ടായ പിന്നെ പിടിച്ചാ കിട്ടാതെ വരും. പിന്നെ ജീവിതകാലം മുഴുവൻ. ഗോപാലേട്ട, ശാരദേ, ഇവൾക്കുള്ള മരുന്ന് കഥയും കിന്നാരമൊന്നുമല്ല, ഇവളുടെ അമ്മയാ. മുമ്പ് ഇവക്ക് അച്ഛനെ ഇല്ലാതിരുന്നുള്ളൂ. അമ്മയ്ക്കൊപ്പം കിടന്ന് ഇവള് കണ്ണടച്ചിരുന്നപ്പോ അച്ഛനൊരു സ്വപ്നമായിട്ട് ഇവൾക്ക് അടുത്ത് വരുമായിരുന്നു. അമ്മ പോയപ്പോ ആ സ്വപ്നം കൂടി ഇവളുടെ അടുത്തുനിന്ന് കൊണ്ടുപോയല്ലോ ശാരദേ. കുട്ടികൾക്ക് നമ്മളെക്കാളൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയാം. അവരുടെ മനസ്സിൽ കള്ളങ്ങളില്ലാത്തതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ദൈവം മുൻകൂട്ടി കാണിച്ചു കൊടുക്കും. അമ്മയുടെ കാര്യം എന്താ ശാരദാമ്മ പറഞ്ഞത്? മോള് കിടക്ക്, വാ. അമ്മ ഉടനെ വരുവോ ശാരദാമ്മേ? വരും മോളെ. അമ്മ വരുമ്പോ അച്ഛനും ഒപ്പം ഉണ്ടാവോ ശാരദാമ്മേ? അത് അച്ഛൻ എങ്ങനെ അമ്മയുടെ ഒപ്പം ഉണ്ടാവുക? അമ്മ പോയിരിക്കുന്ന ക്യാമ്പിനല്ലേ? അച്ഛന്റെ കാര്യം എന്തോ സംസാരിക്കുന്ന കേട്ടല്ലോ. ആ, അത് അച്ഛൻ വരുന്ന കാര്യമാ. അച്ഛൻ എപ്പോഴാ വരുന്നേ? അത് അത് പിന്നെ അച്ഛൻ ഇപ്പൊ വന്നാലേ അമ്മ ഇവിടെ ഇല്ലല്ലോ.
അമ്മ വന്നിട്ട് അച്ഛൻ വന്നാ മതിന്ന് പറയായിരുന്നു. രണ്ടാളെ ഒന്നിച്ച് വേണം എനിക്ക്. മോള് കണ്ണടച്ചുറങ്ങിക്കോ. സ്വപ്നത്തിൽ അച്ഛൻ ചിലപ്പോ വന്നാലോ? ഇന്ന് എനിക്ക് അച്ഛനെ സ്വപ്നത്തിൽ കാണണ്ട ശാരദാമ്മേ. ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു ശാരദാമ്മേ. അച്ഛൻ വേറെ എങ്ങോട്ടോ പോയെന്ന്. എന്നോട് ടാറ്റ പറഞ്ഞ് ഞാൻ വിളിച്ചിട്ട് നിൽക്കാതെ പോയി. ഞാൻ പിന്നാലെ ചെന്നിട്ടും അച്ഛൻ നോക്കിയതേ ഇല്ല. അത് മോളെ അതൊക്കെ വെറുതെയാ. വെറുതെ ഒന്നും അല്ല. അച്ഛന്റെ കൈ പിടിച്ച് വേറൊരു പെണ്ണും കൂടി ഉണ്ടായിരുന്നു. ആര്? അതറിയില്ല, മുഖം ശരിക്ക് കണ്ടില്ല ഞാൻ. അതൊക്കെ വെറുതെയാ. മോള് കിടന്നുറങ്ങ്. വാ കിടന്നോ, വാ കിടക്ക. കണ്ണടച്ച് കിടന്നോ മോളെ, അപ്പൊ ഉറങ്ങിക്കോളും. അച്ഛന്റെ കൈ പിടിച്ച് വേറൊരു പെണ്ണും കൂടി ഉണ്ടായിരുന്നു. ശാരദാമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചു, ശാരദാമ്മ സത്യം പറയോ? സത്യം മോളോട് സത്യമല്ലാതെ ശാരദാമ്മ ഇന്ന് വരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മോള് ചോദിക്ക്, എന്താ വാവയ്ക്ക് അറിയണ്ടേ? എന്റെ അമ്മ കാരണാണോ ആ ചൈന കോളനിയുടെ കുട്ടികളെല്ലാം ആശുപത്രിയിലായത്? പറ ശാരദാമ്മേ. മോളോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? ക്ലാസ്സിൽ എന്റെ കൂട്ടുകാരിയായ മീനാക്ഷിയാ പറഞ്ഞത്. ചൈന കോളനിയിലെ കുട്ടികളൊക്കെ വിഷബാധയേറ്റ് ആശുപത്രിയിലായത് അമ്മ കാരണമാണെന്ന്. ശരിയാണോ ശാരദാമ്മേ? നിന്റെ അമ്മേ ശാരദാമ്മയുടെ മകളാ. ദൈവത്തിന് നിരക്കാത്തതൊന്നും അവൾ ഒരിക്കലും ചെയ്യില്ല. കൂട്ടുകാരി മോളെ കളിപ്പിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാ. അല്ല ശാരദാമ്മേ, അവളുടെ അച്ഛൻ പറയുന്ന അവള് കേട്ടതാ. സ്വാധീനം ഉപയോഗിച്ച് നിയമത്തിന്റെ കയ്യിൽ നിന്ന് അമ്മ രക്ഷപ്പെട്ടെങ്കിലും ദൈവത്തിന്റെ കയ്യിൽ നിന്ന് അമ്മയ്ക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്റെ മോള് വെറുതെ മനസ്സ് വിഷമിപ്പിക്കാതെ സ്കൂളിൽ പോവാൻ നോക്കിയേ. ശാന്തേ, മോളുടെ ഭക്ഷണമൊക്കെ റെഡിയായില്ലേ? ആ പിന്നെ മീനാക്ഷി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. അതെന്താ? നമ്മൾ കാരണം ആരുടെയെങ്കിലും ഭക്ഷണത്തിൽ വിഷം കലരാൻ ഇടയായാൽ നാളെ നമ്മുടെ ഭക്ഷണത്തിലും വിഷം കലരുമെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.